എല്ലാവർക്കും നമസ്കാരം. മലബന്ധം കാരണം ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? ശരിയായ ശോധനയ്ക്ക് വേണ്ടി ദിവസവും ടാബ്ലറ്റ് എടുക്കേണ്ടി വരുന്ന അവസ്ഥ, ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒന്ന് കൃത്യമായിട്ട് കഴിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥ, ഇതിനൊക്കെ തുടർന്ന് മലബന്ധം ഉണ്ടാകുകയും ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ മലബന്ധത്തെ തുടർന്ന് ബ്ലീഡിങ് വരുന്ന അവസ്ഥ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് എന്താണ് മലബന്ധം എന്നുള്ളതും അതിൻ്റെ കാരണങ്ങളും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഫസ്റ്റ് നമുക്ക് എന്താണ് മലബന്ധം എന്നുള്ളത് നോക്കാം. നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വായിലെത്തി നന്നായി ചവച്ചരച്ച് അന്നനാളത്തിലെത്തി അതിനെ തുടർന്ന് ആമാശയത്തിലെത്തുകയും അവിടെ ദഹന രസങ്ങളുമായി മിക്സായി അത് ചെറുകുടലിൽ എത്തുകയും അത് അവിടെ നിന്ന് വൻകുടലിൽ എത്തുകയും ചെയ്യുന്നു. ചെറുകുടലിൽ വെച്ചാണ് മാക്സിമം അതിലുള്ള ന്യൂട്രിയൻസ് കാര്യങ്ങൾ അബ്സോർപ്ഷൻ നടക്കുന്നത്. അതിനെ തുടർന്ന് വൻകുടലിൽ എത്തുമ്പോൾ വൻകുടലിൽ വെച്ചാണ് ജലാംശം വലിച്ചെടുക്കുന്നത്. ഇത് കൂടുതൽ നേരം മലം അവിടെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ജലാംശം കൂടുതലായിട്ട് വലിച്ചെടുക്കുകയും അതിനെ തുടർന്ന് മലം പുറത്തു പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കണ്ടീഷനും വരുന്നു. ഇതാണ് പൊതുവെ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയപ്പെടുന്നത്. ഇത് സാധാരണ രീതിയിൽ എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ എന്തെല്ലാം ലക്ഷണങ്ങളാണ് മലബന്ധത്തെ തുടർന്ന് ഉണ്ടാവുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, വയറ് വീർത്തിരിക്കുന്ന അവസ്ഥ, വയറ് നല്ല ടൈറ്റായിട്ട് നമ്മളൊന്ന് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഒരു സോഫ്റ്റ് ആയിട്ടുണ്ടാവില്ല. അതുകൂടാതെ തന്നെ മലം പുറത്തു തള്ളപ്പെടാനുണ്ടാവുന്ന ബുദ്ധിമുട്ടൊക്കെയാണ് ജനറലായിട്ട് കോൺസ്റ്റിപ്പേഷന് കാരണമാകുന്നത്. ഇനി ഇത് എങ്ങനെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും എന്തെല്ലാം ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതും നമുക്ക് നോക്കാം. സാധാരണയായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നതും അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നതാണ് വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളത്. പക്ഷേ വെള്ളം ധാരാളം കുടിച്ചിട്ടും ഫൈബർ കണ്ടന്റുള്ള പച്ചക്കറികൾ ധാരാളം കഴിച്ചിട്ടും പലപ്പോഴും പലർക്കും ഇത് ക്ലിയറായി കാണാറില്ല. അപ്പം നമ്മൾ എന്തൊക്കെ റൂൾ ഔട്ട് ചെയ്യണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, പലപ്പോഴും പല വൈറ്റമിൻസിൻ്റെയും അഭാവവും അതുപോലെ കൂടുന്നതും കോൺസ്റ്റിപ്പേഷന് കാരണമാകാറുണ്ട്. വൈറ്റമിൻ സിയുടെ കുറവ് പലപ്പോഴും കോൺസ്റ്റിപ്പേഷന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് പഴങ്ങൾ പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കണം എന്ന് പറയുന്നത്. പപ്പായ, നെല്ലിക്ക, ഓറഞ്ച് പോലെയുള്ള വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തി നോക്കും, കോൺസ്റ്റിപ്പേഷൻ കുറയുന്നുണ്ടായിരിക്കും. ഈ വൈറ്റമിൻ സി നമ്മളെ ശരീരത്തിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളെ മലത്തിൽ ജലാംശം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് വൈറ്റമിൻ സി ആണ്. അതുപോലെ നമ്മളെ ഇൻറ്റസ്റ്റൈനിൽ വൻകുടലിലുള്ള ഉള്ളിലുള്ള ലൈനിങ് ഉണ്ട്. ആ ലൈനിങ്ങിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് വൈറ്റമിൻ സി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഈ വൈറ്റമിൻ സിയുടെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൊളാജൻ പോലെയുള്ള പ്രോട്ടീൻ ഉണ്ടാവുകയുള്ളൂ. അത് നമ്മളെ ഇൻറ്റസ്റ്റൈനൽ ലൈനിങ്ങിന് പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ് നടക്കണം എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി കൂടിയേ തീരൂ. അപ്പോൾ പലപ്പോഴും പലരുടെയും വൈറ്റമിൻ സിയുടെ കുറവ് ഈ കോൺസ്റ്റിപ്പേഷന് കാരണമാകുന്ന ഒന്നാണ്. അതുപോലെ മറ്റൊരു വൈറ്റമിൻ്റെ അഭാവമാണ് മഗ്നീഷ്യം ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാലും കോൺസ്റ്റിപ്പേഷന് കാരണമാകുന്നുണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ തന്നെ നമ്മളെ ഓസ്മോട്ടിക് ജലാംശം മലത്തിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മഗ്നീഷ്യം വളരെ അധികം ബോഡിയിൽ ആവശ്യമുള്ളൊരു ഘടകമാണ്. ഈ മഗ്നീഷ്യത്തിൻ്റെ കുറവും ഇതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷന് കാരണമാകുന്നുണ്ട്. പലപ്പോഴും പലരും ഈ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ കഴിക്കുന്നതാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ. അത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ സംഭവിക്കുന്നത് എന്താണ്? ഡയറിയ, വയറിളക്കാണ്. അപ്പോൾ അധികമാവാതെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് നമ്മളെ ഭക്ഷണത്തിലും അതുപോലെ വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ അത് സപ്ലിമെൻ്റ് ആയിട്ടും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ കുറയും എന്നുള്ളത് ഷുവറായിട്ടുള്ള ഒന്നാണ്. അതുപോലെ നമ്മളെ ബോഡിയിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷന് കാരണമാകും. അത് പലപ്പോഴും പലർക്കും അറിയില്ല. പലരും കാൽസ്യം സപ്ലിമെൻറ്റ്സ് അധികമായിട്ട് ഉൾപ്പെടുത്തുന്നത് വഴി അല്ലെങ്കിൽ കഴിക്കുന്ന ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട്. നമുക്കറിയാം, കാൽസ്യം കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാലാണ് കിഡ്നിയിൽ കല്ല് കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷന് കാരണമാകുന്നതും കാൽസ്യം ബോഡിയിൽ അമിതമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ കാരണമാകുന്ന ഒന്നാണ്. പിന്നെ മറ്റൊന്നാണ് സ്ട്രെസ്സ്.
സ്ട്രെസ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണ് വേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എന്താണ്, നമ്മുടെ വയറും ബ്രെയിനും തമ്മിൽ പലപ്പോഴും കണക്റ്റഡ് ആണ്. നമ്മൾ പല സ്ട്രെസ്സ് കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലർക്ക് വയറുവേദന കാര്യങ്ങളൊക്കെ വരുന്നത് കോമൺ ആയിട്ട് കാണാറുള്ളതല്ലേ. അതുപോലെ തന്നെ മലം പോവാത്തൊരു കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷന് കാരണമാക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആവുക, മാക്സിമം സ്ട്രെസ് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കോൺസ്റ്റിപ്പേഷൻ കാരണമാകുന്ന ഒന്നാണ് ദുശീലങ്ങളായിട്ടുള്ള പുകവലി, അതുപോലെ മദ്യപാനം എന്നിവ മാക്സിമം പരമാവധി നിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പിന്നെ അതിൽ വേറൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് സിറ്റിംഗ് ജോബ് ഉള്ള ആൾക്കാർ, പൊതുവെ IT മേഖലകളിലും അക്കൗണ്ടിങ് സെക്ടറിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, രാവിലെ ഇങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർ മാക്സിമം വൈകുന്നേരം വരെ ഇരുത്തം തന്നെ ആയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരുത്തം പലപ്പോഴും കോൺസ്റ്റിപ്പേഷന് കാരണമാകും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിനുള്ളിലുള്ള മസിൽസിൻ്റെ മൂവ്മെൻറ്റ് കുറയാനും കാരണമാകുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ കിടപ്പിലായ രോഗികൾ, ഏജ്ഡ് ആയിട്ടുള്ള രോഗികളോ അല്ലെങ്കിൽ ആൾക്കാർക്കോ പൊതുവെ കോൺസ്റ്റിപ്പേഷൻ വിട്ടുമാറാത്ത ഒന്നായിരിക്കും. കാരണം എന്താണ്, അവരുടെ മസിൽസിനെല്ലാം മൂവ്മെൻറ്റ് കുറവായിരിക്കും, മസിൽ സ്ട്രെങ്ത് കുറവായിരിക്കും. ഇതൊക്കെ പലപ്പോഴും കോൺസ്റ്റിപ്പേഷന് കാരണമാക്കുന്നുണ്ട്. അതുപോലെ പുറത്തു നിന്നുള്ള ഭക്ഷണം, അമിതമായിട്ട് ഹോട്ടൽ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും എല്ലാം കോൺസ്റ്റിപ്പേഷന് കാരണമാകുന്ന ഒന്നാണ്. അതുപോലെ ഉറക്കക്കുറവ് പലപ്പോഴും കോൺസ്റ്റിപ്പേഷന് കാരണമാകുന്ന ഒന്നാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബ്രെയിനും നമ്മളെ സ്റ്റൊമക്കുമായിട്ട് ചെറിയ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് പറയാനുള്ള പ്രധാന കാരണം അതാണ്. മാക്സിമം ഒരു 4 to 6 hours എങ്കിലും ഉറങ്ങുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട ഒന്നാണ്. ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മലബന്ധത്തിന് കാരണമാകുന്നതോ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് എന്തൊക്കെ ഹോം റെമഡീസ് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. 1-2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മലബന്ധം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന വളരെ നല്ലൊരു കാര്യമാണ്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വൈകുന്നേരം പലപ്പോഴും സാലഡുകൾ എന്തെങ്കിലും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 1-2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഉപയോഗിക്കുക. അതുമല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഒരു 1-2 ടേബിൾ സ്പൂൺ വെർജിൻ ആയിട്ടുള്ള എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ ഉപയോഗിക്കുന്നത് മലബന്ധം കുറയ്ക്കാൻ സഹായിക്കും. ഈ ഒലീവ് ഓയിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സ്മൂത്തനിങ് എഫക്റ്റ്, മലത്തിന് ഒരു സ്മൂത്തനിങ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ടാണ് ഒലീവ് ഓയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറയുന്നത്. അതും കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നോർമൽ നമ്മൾ സാലഡുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഒലീവ് ഓയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. അതുപോലെ നമുക്ക് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒന്നാണ് തൈര്, പ്രോബയോട്ടിക് എന്ന് പറയുന്ന കണ്ടന്റ്. പ്രോബയോട്ടിക് തൈര് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മലബന്ധം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു കാര്യമാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും പല ഭക്ഷണങ്ങളും പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ്, ചിലർക്ക് ബീഫ് കഴിച്ചാലോ അല്ലെങ്കിൽ സീ ഫുഡ്, കല്ലുമ്മക്കായോ അല്ലെങ്കിൽ ഞണ്ട്, ചെമ്മീൻ പോലെയുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോൾ ചിലർക്ക് അലർജി, ബോഡിയിൽ അലർജി ഉണ്ടാവാറുണ്ട് അല്ലേ, ചുവന്ന് തടിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതുപോലെ തന്നെ പലപ്പോഴും പല ഭക്ഷണങ്ങളും പലർക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നതും ഉണ്ട്. പലരും കൂടുതലായിട്ട് പറയുന്നതാണ് പാല് പലപ്പോഴും എങ്ങനെയാണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലിൽ അടങ്ങിയിട്ടുള്ള കാസിൻ എന്ന് പറയുന്ന കണ്ടന്റ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ചിലർ എന്തൊക്കെയാണ് പല ഭക്ഷണങ്ങളിലും നമുക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്ന് വ്യക്തമായി നോക്കി അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്ന്. പ്രോബയോട്ടിക് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് പ്രീബയോട്ടിക് എന്ന് പറയുന്നത് നമ്മുടെ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഫ്ലാക്സ് സീഡ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇതിലൊക്കെ ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോ ആയിട്ട് കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് പലപ്പോഴും അവർ ചെയ്യുന്നത് ഇത് ജ്യൂസ് ആക്കിയിട്ട് കഴിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് ഷുഗർ വരികയും, അല്ലെങ്കിൽ അതുമല്ലാന്നുണ്ടെങ്കിൽ നല്ല ഫൈബർ, സോലിബിൾ ആയിട്ടുള്ള നല്ല ഫൈബർ പലപ്പോഴും ഇത് ജ്യൂസ് ആക്കുമ്പോൾ അത് കട്ടായി പോകും. അത് പലപ്പോഴും അത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല, കൂടുതൽ നല്ലത് റോ ആയിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നതായിരിക്കും. നന്നായിട്ട് ചവച്ചരച്ച് സലൈവയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും
ഏറ്റവും നല്ലത്. പിന്നെ മാക്സിമം സ്മോക്കിംഗ്, ആൽക്കഹോൾ കാര്യങ്ങൾ ഒഴിവാക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ, രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ അല്പം നാരങ്ങ പിഴിഞ്ഞിട്ട് ഡെയിലി കഴിക്കുന്നത് കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പക്ഷെ നാരങ്ങ ഉപയോഗിക്കുമ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് പുളിപ്പ് ആവുന്നത് കൊണ്ട് ഇത് കൂട്ടാൻ, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് കൂട്ടാൻ ചിലപ്പോൾ കാരണമായേക്കാം. എങ്ങനെയാണെന്നുള്ളത് നോക്കിയതിന് ശേഷം കഴിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം കുടിക്കുന്നതും കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒന്ന് ചെറുതായിട്ട് നടക്കാനോ ചെറിയ ജോഗിങ്ങിനൊക്കെ പോകുന്നതും നമ്മൾ ആനൽ ഏരിയയിലുള്ള മസിൽസിനും വയറിനും ഒക്കെ ഒരു റിലാക്സേഷന് നല്ലതായിരിക്കും. അതുപോലെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ചെറിയൊരു കാര്യമാണ് നമ്മൾ ആനൽ ഏരിയയിലുള്ള മസാജിങ്. ഇതിപ്പോൾ നമ്മളെ മലദ്വാരമാണ് എന്നുണ്ടെങ്കിൽ, ആനസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള മസിൽസൊക്കെ നമ്മൾ കോൺസ്റ്റിപ്പേഷനുള്ള ആൾക്കാർക്ക് അറിയാം വളരെ ടൈറ്റായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അത് നമുക്ക് ചെറിയ മസാജ് വഴി അവിടെയുള്ള സർക്കുലേഷൻ കൂട്ടുകയും അതിനെ തുടർന്ന് മസിൽസിന് ചെറിയൊരു റിലാക്സേഷൻ കിട്ടുകയും ചെയ്യും. 1-2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അവിടെയുള്ള സർക്കുലേഷൻ കൂടി അവിടെ മസിൽസ് ഒന്ന് റിലാക്സ് ആവുകയും ഈ സ്റ്റൂള് പുറന്തള്ളാനുള്ളൊരു ടെൻഡൻസി കൂടുകയും ചെയ്യുന്നു. അതുപോലെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മളെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് വരുത്തണം എന്നുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ യൂറോപ്യൻ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മലദ്വാരത്തിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ വൻകുടലും അത് കഴിഞ്ഞിട്ട് വരുന്ന രക്തത്തിൻ്റെയും പൊസിഷൻ പലപ്പോഴും ക്ലോസ്ഡ് ആയിട്ടാണ് ഉണ്ടായിരിക്കുക. യൂറോപ്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു സ്റ്റൂള് വെച്ച് ടോയ്ലറ്റിൽ ഇരുന്നതിന് ശേഷം നമ്മളെ കാലും കൂടെ പൊക്കി വെക്കാൻ തക്ക വിധത്തിൽ ഒരു സ്റ്റൂള് വെച്ചിട്ട് ഇരിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ടോയ്ലറ്റ് ശീലം അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്നത് തന്നെയാണ്. അതാണ് എക്സാക്റ്റ് അതിന് ഉള്ള നമ്മളെ സ്റ്റൂള് പുറന്തള്ളാനുള്ളൊരു എക്സാക്റ്റ് പാത്ത് വേ വരുന്നത് ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും മലബന്ധമുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കാൽസ്യം സപ്ലിമെൻറ്റ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് നമ്മൾ കാൽസ്യത്തിൻ്റെ ഒക്കെ അളവ് കൂടിക്കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ, സപ്ലിമെൻറ്റ്സ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് ഡയറിയ, വയറിളക്കം പോലുള്ള കണ്ടീഷനിലേക്കാണ് പോകുന്നത്. എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. മലബന്ധം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിമയോ കാര്യങ്ങളോ ചെയ്യും. അതും അല്ലാന്നുണ്ടെങ്കിൽ വയറിളകാനുള്ള ടാബ്ലറ്റ് കഴിക്കും. എത്ര നാൾ നമുക്കിതിങ്ങനെ കഴിക്കാൻ പറ്റും? അതിന് കറക്റ്റായിട്ടുള്ള നമ്മൾ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുകയും വേണം. അതുപോലെ തന്നെ സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വളരെ സുഖമായിട്ട് മാറ്റിയെടുക്കാവുന്ന ഒന്നാണ്. ഹോമിയോപ്പതിയിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷന് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സാ രീതിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോമിയോയിൽ അധികകാലം മെഡിസിൻ ഒന്നും എടുക്കാതെ തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. എങ്ങനെയെന്ന് വെച്ചാൽ ഓരോ രോഗിയുടെയും യഥാർത്ഥത്തിൽ കാരണം എന്താണ്, അവർക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളത് നോക്കിയിട്ടായിട്ടായിരിക്കും നമ്മൾ ചികിത്സ കൊടുക്കുന്നത്. അതും ഓരോ വ്യക്തിയുടെയും ലക്ഷണങ്ങളും സിംറ്റംസും നമ്മൾ നോക്കിയെടുത്ത് റെപ്പട്രൈസേഷൻ ചെയ്ത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയർ വഴി ആണ് നമ്മൾ രോഗനിർണയം നടത്തുന്നത്. അതിനെ തുടർന്ന് നമുക്ക് ഒരു റിസൾട്ട് കിട്ടുകയും അതിന് വേണ്ട അനുയോജ്യമായ മരുന്നുകൾ, ഓരോ വ്യക്തിയുടെയും ശരീര രീതി പോലെ തന്നെ ഓരോ വ്യക്തിക്ക് വേണ്ട മെഡിസിൻസും ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെയെല്ലാം നോക്കി വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വ്യക്തിക്കും ഹോമിയോ മരുന്നുകൾ കൊടുക്കുന്നത്. അതുവഴി നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാവുന്ന ഒന്നാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഹോം റെമഡീസ് എല്ലാം നിങ്ങൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം അനുയോജ്യമായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല ഭക്ഷണങ്ങളും പലർക്കും അലർജിക് ആയിട്ടായിരിക്കാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന പല കാരണങ്ങളും ചിലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അത് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് യഥാവിധി ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് പോയി മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞ വൈറ്റമിൻ ടാബ്ലറ്റ്സ്, കാൽസ്യം ടാബ്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് നേരെ തിരിഞ്ഞും വരാം. അമിതമായിട്ട് മഗ്നീഷ്യം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് ഡയറിയ, വയറിളക്കത്തിലോട്ട് കാരണമാക്കും. അതുപോലെ കാൽസ്യം ടാബ്ലറ്റ് അമിതമായിട്ട് എടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷന് കാരണമാകുമെന്ന് പറഞ്ഞ പോലെ തന്നെ കിഡ്നി സ്റ്റോൺ പോലെയുള്ള കാര്യങ്ങൾക്കും അത് കാരണമാകുന്നുണ്ട്. അപ്പോൾ യഥാവിധി പ്രകാരം ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തിട്ട് എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അസുഖം എന്നുള്ളതും എന്താണ് കാരണം എന്നുള്ളതും കണ്ടെത്തിയതിന് ശേഷം മാത്രം ഈ ഹോം റെമഡീസും കാര്യങ്ങളും ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. നമ്മുടെ ഹോമിയോപ്പതിയിൽ ഇതിന് വളരെ ഫലപ്രദമായ ട്രീറ്റ്മെൻ്റ് ആണ് ഉള്ളത്.
ഓരോ വ്യക്തിയുടെയും ലക്ഷണങ്ങളും സിംറ്റംസും നോക്കി അതിനെ റെപ്പട്രൈസേഷൻ ചെയ്ത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയർ വഴി നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. എന്താണ് ആ രോഗിക്ക് യഥാർത്ഥത്തിലുള്ള അസുഖം, അല്ലെങ്കിൽ എന്താണ് ആ രോഗിയുടെ കോൺസ്റ്റിപ്പേഷന് കാരണം, എന്താണ് കോൺസ്റ്റിപ്പേഷൻ ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും ഓരോ വ്യക്തിയുടെയും ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഹോമിയോ ആയിട്ടാണെന്നുണ്ടെങ്കിലും ഹോം റെമഡീസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.